ചെയ്യാറുണ്ട്. പണ്ട് ഫാഷൻ ആയിരുന്നു. അപ്പൊ നമ്മള് ഇന്ന് വെനി വെച്ച് നേരെ കുളത്തില് പോയിട്ട് ചാടാൻ പോകാനുണ്ട്. അബി, എത്ര കാലായി നീ ഒരു അമ്പലക്കുളത്തിലൊക്കെ പോയി കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ചന്ദനക്കുറൊക്കെ തൊട്ട് വന്നിട്ട്? ഞാൻ അമ്പലത്തിൽ പോയിട്ടേ കുറെ കാലായി. അമ്പലത്തിൽ പോയിട്ടേ കുറെ കാലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അത്രയും വയസ്സായെന്നാണ് അതിന്റെ അർത്ഥം. അതൊന്നുമില്ല. നമ്മള് അമ്പലത്തിലൊന്നും പോകാണ്ട് ഒരു 11:30 വരെയൊക്കെ കിടന്നുറങ്ങാം. എത്ര മണി വരെ കിടന്നുറങ്ങും? ഞാൻ ഒരു 11 മണി വരെ 12 മണി വരെ കിടന്നു. അപ്പൊ ഇന്ന് നമ്മള് പിന്നെ ഞാൻ നേരത്തെ എണീപ്പിച്ചിരിക്കാനേട്ടാ. അപ്പൊ നമ്മളിന്ന് അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് വരുന്നതായിരിക്കും മുണ്ടൊക്കെ എടുത്ത്. അപ്പൊ അവിടെ ബാക്കി ഫ്ലോക്കീസിനും കൂടി ഒന്ന് വിളിച്ചു നോക്കി വെക്കാം. എല്ലാവരും വരില്ല. എല്ലാരും വരാൻ വഴിയില്ല, കാരണം ആരും എണീറ്റിട്ടുണ്ടാവില്ല. അപ്പൊ അവൾ ഇത്ര രാവിലെ തന്നെ വിളിക്കുമ്പോ എന്താ ഞാൻ വിളിക്കാം. ഇപ്പൊ സമയം 7 മണിയാണ്. വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 8:30 ആകുമ്പോഴേക്കും അവരെത്തുള്ളൂ. എന്തായാലും നമുക്ക് അവരെ വിളിച്ചിട്ട് അവരെയും കൊണ്ട്. ഇവന് പ്രാന്താണ്, വേറെ ഒന്നുമില്ല ഗൈസ്. പ്രാന്തൊന്നുമില്ല. നിങ്ങളൊന്ന് പറയാട്ടാ, നിങ്ങൾ എത്ര നാളായി കുളത്തിലൊക്കെ പോയി കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ടെന്ന്? കാരണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇടയ്ക്ക് പോയിട്ട് പിള്ളേരൊക്കെ കൂടി വിളിച്ച് പോയിട്ട് കുളിച്ച് പോടാണത് അമ്പലക്കുളത്തിൽ പറയാ. സ്കൂളിൽ പോകുമ്പോണ്ടല്ലോ എന്റെ നെറ്റിലൊരു ചന്ദനക്കുറി ഉണ്ടാവും. കണ്ണാപ്പി ചന്ദനക്കുറി അല്ല കേട്ടോ, മറ്റേ സാധാ മറ്റേ കറുത്ത കുറിയും അതിന് വെള്ളക്കുറിയും വരച്ചിട്ട് പോയ നാളാണ് നമ്മളൊന്നല്ല ഗൈസ്. ചോന്ന കുറിയൊക്കെ വിട്ട് ഇറന്നിരുന്ന ആരാ നിനക്കറിയാം? നമ്മളൊക്കെ മറ്റേ കുളിച്ച് കുറി വെച്ച് വരച്ച് കഴിഞ്ഞാൽ പറയും, ഓ ബ്രാഹ്മണ ചെക്കൻ, അങ്ങനെ പറഞ്ഞ ടീമായിരുന്നു നമ്മളൊക്കെ. ഒന്നുമില്ലാന്നുള്ളൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഇതൊക്കെ? ഇവനൊക്കെ എന്തായാലും നമ്മുടെ ഫ്ലോക്കീസിനെ വിളിച്ചു നോക്കി കേട്ടോ. അപ്പൊ ഫ്ലോക്കീസിനെ വിളിക്കാം. ആരും എടുക്കണ്ടല്ലോ, സക്രിയവരും എടുക്കണില്ല. അപ്പൊ അത് കടാൻ വയ്ക്കേണ്ടി വരും ഗൈസ്. ആരും എടുക്കുന്നില്ല, പക്ഷെ നമ്മൾ അതെല്ലാവരും വിളിച്ച് കുത്തിയിടിപ്പിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് കുളത്തിൽ വെച്ച് കാണാം. വരുന്നുണ്ട്. വാട്സാപ്പ് ഒരു പോട്ടറിനെ നമ്മൾ ചായക്കടയിൽ നിർത്തുന്നുണ്ട്. എന്താണ് പൗഡറൊക്കെ ഇട്ടുണ്ടോ? എനിക്ക് അതേ വന്നിരിക്കുക. പെണ്ണുങ്ങളുടെ ഫെയർ ആൻഡ് ലവ്ലി ഇട്ട് കിടക്കാൻ നിനക്ക് നാണണ്ടാ? മൈക്കോടുന്ന പറയൂ നിനക്ക് നാണുണ്ടോ? ഇല്ലടാ, നമുക്ക് രാവിലെ എണീറ്റ് നമ്മൾ വിറ്റമിൻ സിയുടെ ഫേസ് വാഷ് ഉപയോഗിച്ചു, അതിന്റെ ഗ്ലോ ആണ് ഗൈസ്. അവിടെ പിന്നെ ഒന്നും ചോദിക്കാനില്ല. അന്തരാണ് ഗൈസ്. അപ്പൊ പോവല്ലേ ഗൈസ്? നമുക്ക് കുടിക്കാൻ പോലെ കൂട്ടല്ലേ? അത് കൊത്തണ്ട ഗൈസ്. ഇവന്റെ വിചാരം മിണ്ടാണ്ട് കണ്ണട വെച്ച് കിടന്നു കഴിഞ്ഞാ മറ്റേ രോഗേൽത്തൻ നോബടി ആവുന്ന വിചാരം. നോബടി അല്ല, ഇത് അയാൾ ഉദ്ദേശിച്ചേ. നേരെ പോയി കഞ്ഞി പോണത് കരുവാങ്കുളത്തുള്ള കരുവാങ്കുളം. കരുവാങ്കുളത്തായിരിക്കും അമ്പലക്കുളം ഉണ്ട്, പക്ഷെ അതിൽ വെള്ളം കുറച്ച് മോശമായിരിക്കും. പഞ്ചായത്തോളത്തേക്ക് പോവാം. പഞ്ചായത്തോളം വേണ്ട, ഇത് അതാണ് പഞ്ചായത്തോളം. പഞ്ചായത്ത് കരുവാങ്കുളം അല്ല, മറ്റേ ഒഴുക്കുള്ള കുളം ഉണ്ടാ? ഒഴുക്കുള്ള കുളം പുഴയിലടാ. അല്ല, മസ്തിഷ്ക ജ്വരം വരാതിരിക്കാനാ. അത് ഞാൻ ഈ തെണ്ടിയോട് പലവട്ടം പറഞ്ഞു, കാലത്ത് വെറുതെ ഇരുന്നിരുന്ന ഞാൻ. പണ്ട്
ഇവന്റെ വീടിന്റെ അപ്പുറത്തൊരു പാടണ്ട്. ആ പാടം എന്ന് വെച്ചാല് ചെളിപ്പാടം, ചെളിക്കുണ്ട്. അതില് കിടന്ന് കുത്തി മറിഞ്ഞിരുന്നവനെ ഇപ്പൊ ഈ പറയണ് അമീബ പിടിക്കുന്നു അവനെ. നാടുകൾ അങ്ങനെ പിടിക്കില്ല. എനിക്ക് ഭയങ്കര പ്രതിരോധ ശക്തിയാ. നിങ്ങളെ പിടിക്കും. ഇത് സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്. ദുബായിൽ കിടന്നിട്ട് ഇതിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം മരിക്കുന്നത്. അത് ഞങ്ങള് വിചാരിച്ചിട്ടാണല്ലോ. ബ്രോയിലർ കോഴി ചാവാണെങ്കിൽ ഒറ്റയ്ക്ക് ചാവലടാ, അതല്ലേ വഴിയിൽ പിടിച്ചുകൊണ്ടത് കടയിൽ നിൽക്കുന്നു. ആടാ പറയൂ നീരജ്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാൻ, എനിക്ക് ഉറങ്ങണം നല്ല ആഗ്രഹം. അവിടെ തന്നെ പിടിച്ചോണ്ടെന്ന് കുളത്തിലിട്ടാൽ എനിക്ക് തീരെ താല്പര്യമില്ല. ഇതൊരു രസമില്ലാത്ത പരിപാടിയാണ്. ഇവര് ഫണ്ണാന്ന് പറഞ്ഞിട്ട് ഈ ചെയ്യുന്നൊക്കെ വെറും കാട്ടിക്കൂട്ടലാണ്. എനിക്ക് സത്യം പറയാറുണ്ട്. വെറും ഷോപ്പാണ് ഇത് മൊത്തം. തന്തയല്ലാന്ന് കാണിക്കാൻ വേണ്ടിട്ട് തണ്ടലുകാരി വെച്ചിട്ട് കുളത്തെ കുളിക്കാൻ വന്നിരിക്കുക. അല്ല ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ല നിങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. തന്തയല്ലാന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് വെറുതെ തണ്ടലുകാരിക്കാ കുളത്തെ കുളിക്കാനൊക്കെ വരാ. ബെൽറ്റ് ഇട്ടോ, വയറുമ്പോ ബെൽറ്റ് ഉണ്ട്. ഇത് കാണിച്ചാ ബെൽറ്റ് ഉണ്ട്. ഇത് കണ്ട ഏത് കണ്ടോന്ന്? അതെ നിർത്തി അവനെ മുന്നിലിരുത്തിയേ. ഞാനില്ല അവന്റെ കൂടെ. അത് ഇതൊക്കെ കണ്ടോന്ന് ചോദിക്കുന്നു. ഇനി കുറച്ചു നേരം റെസ്റ്റ്. അതെ ഒരു ചായന്റെ വെള്ളം പോലും മേടിച്ചോണ്ട് 2:30 മണിക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് കാരണം കൊണ്ട് നിങ്ങൾ ചായ കുടിക്കില്ലേ? കോഫി ഷോപ്പ്. കോഫി ഷോപ്പ്. കോഫി ഷോപ്പ്. ഓക്കെ അത്ര പ്രയറല്ല, തേച്ചായ നമ്മുടെയാണ്. നമ്മള് വളരെ ചെറിയ സെറ്റപ്പിൽ പോകാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. കാരണം കൂടുതൽ ആൾക്കാരെയൊക്കെ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എനിക്ക് വയ്യ ഇത് നോക്കാം, വയ്യ. ചായയുടെ പ്രത്യേകതയോ ക്രീം കളറിൽ പഞ്ചസാരയൊക്കെ ഇട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പൊ ഇത് കണ്ടിട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എരുമപ്പാലും പശുപ്പാലും മിക്സ് ചെയ്തിട്ട് 5 തരം എരുമപ്പാലൊന്നും മിക്സ് ചെയ്യുന്നില്ല. അതൊന്നും പറയില്ല, അങ്ങനൊന്നും ഇല്ല. വെറുതെ പറയുന്നതാണ് നാട്ടുകാര്. ക്വാളിറ്റി ചായപ്പൊടികൾ വെള്ളം ഒഴിക്കാണ്ടെന്നല്ല, അത് നമ്മുടെ ചായ മാസ്റ്റർമാര് ചില്ലറ ആൾക്കാരല്ല. നമ്മുടെ കുളത്തിലെത്തിരിക്കുകയാണ് ഗൈസ്. ഈ റൈറ്റിലുള്ള സ്കൂട്ടർ അപ്പുറത്ത് അവിടെ റൈറ്റ് ഒരു വഴി ഗ്യാപ്പ് ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് കുളം? തോടിന്റെ അത്ര ഇല്ലല്ലേ? അതെ, പയ്യന്നൂരത്തെ തോട് ഇത്രയും വലുതാന്നാണ് പറയുന്നത്. ഞങ്ങളവിടൊക്കെ അങ്ങനെ തന്നെ. അല്ല എന്നാല് അല്ലെന്ന് വെച്ചാല് ഇതാണ് നമ്മുടെ കുളം. കാണാൻ മോഹൻലാൽ ഇറങ്ങണ പോലെ ഇറങ്ങ. എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് കെട്ടിവെച്ച കുളമാണിത്. അത് മതി. കെട്ടിവെച്ച കുളം. കുളത്തിലൊരു കുളക്കോഴി. നമ്മുടെ കട മുന്നേ ഇവിടെ കുളിക്കാൻ മുങ്ങിയാലോ? കുളക്കോഴിയല്ലത് മുങ്ങിയതാണ്. നീർക്കാക്ക ഒരുപാട്. നമുക്ക് കുളത്തിൽ കുറച്ച് മീനോട് നിട്ടാലോ? എടാ കുളത്തിന്ന് വെള്ളം കുടിച്ചോളും. നീ ഞാൻ അഡീഷണൽ വേറെ വെള്ളം ഒന്നും കുടിക്കണ്ട. വിശ്വാമിതേതാ മീന്? ഇത് മുഞ്ചോത്തി പരലുണ്ട്, വയമ്പുണ്ട്, പരൽ ഒരേ മീനാണല്ലോ. തുപ്പലാങ്കൊത്തി. നമ്മള് മലയാളത്തിൽ തന്നെ തുപ്പലാങ്കൊത്തി എന്ന് വിളിക്കും. ഇത് കഴിഞ്ഞാൽ പോയി വെള്ളം ടെൻഷൻ. ഇവന്റെ മെയിൻ പരിപാടിയാണ് ടെൻഷൻ. ഈ പായല വെള്ളം കുടിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് ടെൻഷൻ ആക്കി ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോട്ട് വന്നു തുടങ്ങി. ഇവണ്ടല്ലോ നീന്തുമ്പോണ്ടല്ലോ വായിൽ വെള്ളം കുപ്പി വെച്ച് നീന്തും. അതാവുമ്പോ പുറത്ത് വെള്ളം കുടിക്കില്ലല്ലോ. അവന് സമാധാനമായി. അവന്റെ കുപ്പി വെള്ളം മേടിച്ചു വരുന്നു. അതാണ് അവന്റെ സന്തോഷം. ഇവന്റെ സന്തോഷല്ലേ എല്ലാം. ആ കിട്ടാണ്ട് എവിടേക്ക് വരാല്ലേ? ഹാപ്പിയാ നീ? ഇവിടെ കരയിൽ നിന്നിട്ടാണ് നമ്മുടെ കുളി കപ്പ് വേണമെന്നുണ്ടോ? എങ്ങനെയാണ് പരിപാടി? ഒന്ന് കുളിക്കോ ഹരി? ഇറങ്ങുന്നില്ലല്ലോ. സീൻ പിടിക്കാണ്ട് വാ, നമുക്ക് കുളിക്കാം. ബാക്കി പറയാം.
വെള്ളം മൈക്ക് വേണ്ടല്ലേ വെള്ളത്തിൽ മുക്ക് വണ്ടിയിലേക്കല്ലേ ഗൈസ് നമ്മുടെ രോഹിത്തിന് സന്തോഷായിട്ടാ. കാരണം എന്താ ഇവിടെ നീന്തലറിയാത്തവർക്ക് കുളിക്കാൻ വേണ്ടിട്ട് ഒരു ഇറക്കുണ്ട്, സ്ലോപ്പ് ഉണ്ട് ഗൈസ്. കാലത്ത് തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗൈസ്, നമ്മുടെ ചെക്കൻ പോവാൻ പറ്റിയില്ലടാ. ഇൻട്രോഡ്യൂസിങ് റിയോ ഫ്ലോക്കി, ഇൻട്രോഡ്യൂസിങ് അബി ഫ്ലോക്കി, ഇൻട്രോഡ്യൂസിങ് ഷാൻലി ഫ്ലോക്കി. ഈ മെഷീൻ ക്രഞ്ചസ്. ഈ മെഷീൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അറിയണ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോളൂ. ഇൻട്രോഡ്യൂസിങ് മിച്ചു ഫ്ലോക്കി. ഒരു ഹായ് കൊടു. ഹായ്. എന്തിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ കുളിക്കാനാണ് വന്നേട്ടോ. കൊറേ നാളായിട്ട് എല്ലാരും എന്റെ മോന് ഇത് വർക്ക് ചെയ്യൂട്ടാ. എടാ നമ്മുടെ സ്ഥലങ്ങൾ, നമ്മുടെ സ്ഥലത്ത് ഇതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് വെക്കാറില്ല കേട്ടോ. ചാക്കൊക്കെ വെച്ച് കിട്ടിയിരിക്കും. അത് മഴ കൊള്ളാണ്ടിരിക്കാണ്. റെഡി. ഇനി ഇതടിക്ക് 100 കിലോ സപ്പോർട്ട് ചെയ്യോ. റെഡി. നീ താഴേക്കാണ്. ഇത്ര ടഫ് മതി. മതി വന്നേ കുളിക്കാൻ വന്നേ കുളിച്ചിട്ട് പോണ്ടാണ്. ഇറങ്ങി മറ്റൊരു വരും, വെയില് വരും. ഞാൻ ചമീപയാണ്. നീ വെറുതെ ഞെക്കി കളിക്കാണോ സ്റ്റോറേജിലുണ്ട്? നിന്റെ കൂടെ ചാടില്ല. ഞാൻ ഒരു കഥ പറയാം. പ്ലാനൊക്കെ വരച്ചിട്ട് അങ്ങനെ ഇറങ്ങടാ. നീ ചാട്. എന്തോ കാണിക്കുന്നുണ്ട്. അത് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഹാപ്പിയില്ലേ? ഇതുപോലെ ഒരു കുളത്തിൽ കുളിക്കാൻ കൊണ്ടുണ്ടായിരുന്നു ഒരു 7 വർഷം മുന്നേ. പിന്നല്ലാണ്ട് ഇവന് ഫിഷ് ഫാം തന്നെയാണോ? എനിക്ക് ഡൗട്ട് ഉണ്ട്. പണ്ടുണ്ടല്ലോ, പണ്ട് സൂപ്പർ തെറാപ്പിയാണ് ഗൈസ്. ഫിഷ് ഫാം തൃശ്ശൂരിന് ആദ്യമായിട്ട് ഇത്ര അടിപൊളി ട്രീറ്റ്മെന്റ്. അങ്ങനെ ഇറങ്ങിന്ന് പറയടാ. ചെക്കൻ ഒരു 5-6 വർഷം കേട്ടല്ലേ കോളേജ് പഠിക്കുമ്പോ കോളേജില് 2 വർഷം മുന്നേ, 2 വർഷം മുന്നേ ഇവൻ ഞങ്ങളോടെ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, കുളിക്കാൻ വന്നു. അപ്പൊ ഞാൻ വന്നൊരു കുളത്തേക്ക് കൊണ്ടുപോയി. അവിടെ കുറെ പേര് കുളിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഇവനോട് ഇറങ്ങാൻ വിളിക്കുമ്പോ ഇവൻ ചാടിപ്പോയി. ഇവനോട് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായി ചാടിയ പ്രശ്നം ഉണ്ടോന്ന്. അപ്പൊ പറഞ്ഞേ ഇല്ലടാ, നേരെ ഇങ്ങോട്ട് ചാടിയാൽ മതി, അങ്ങോട്ടും ചാടണ്ടാന്ന്. ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് ചാട്ടം ചാടി നേരെ പോയിട്ട് ഈ സാധനം അല്ല ചാട്ടം ചാടി. പിന്നെ കണ്ണോർക്കുമ്പോ വെള്ള ലൈറ്റ് മാത്രമേ കാണുള്ളൂ. ചാട്ടം ചാടിയപ്പോ ഇടിച്ചു, തലവരെ ഇടിച്ചു. എനിക്ക് മനസ്സിലായി. ഞാൻ നീന്തിപ്പോയി, അപ്പുറത്തേക്ക് കയറുക. ഞാൻ അപ്പുറത്തേക്ക് നീന്തിപ്പോയി. അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫുള്ള് ചോപ്പ് കളർ സന്തോഷായില്ലേ? തല കൂട്ടിട്ട് ഓരോന്നും അവിടെയുള്ള അയ്യപ്പന്മാരൊക്കെ കൂടിയിട്ട് മോനെ ചോര പറഞ്ഞു. പണ്ടത്തെ ഞാനായിരുന്നു ഒറ്റച്ചാട്ടത്തിന് പൊങ്ങുള്ളായിരുന്നു. ഇപ്പത്തില്ല, ഇപ്പൊ ചാടില്ല. ഇടപെടാ ശ്രമിക്കാൻ കേട്ടോ. എന്നാലും ഇപ്പൊ പഴയ പോലെ ഒന്നും പറ്റില്ല. പകുതി നേരത്ത് ഞാൻ നീ വീണ്ടും ചാടാൻ പോയപ്പോ പറഞ്ഞിട്ട് ചേട്ടൻ പോണോ കേട്ടോ. ചേട്ടൻ പോയിട്ട് വരാം. ചേട്ടൻ പോയിട്ട് ഞാൻ നേരെ ഇവനെന്തോ ചെയ്യണ്ട്? തലടിച്ച് വീണതാണോ? ഹരി 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 ഫിഷ് ഫാം തൃശ്ശൂർ, വയസ്സ് 27. അയ്യോ രക്ഷപ്പെട്ടു. ഇവിടെ വേറെ നീരജ് എന്താ അവിടെ
നിങ്ങളുടെ വക പരിപാടി ആരാണ് ഏറ്റവും കൂടുതൽ മുങ്ങിക്കെടുക്കുക? ഫ്രഷ് ഐറ്റം. അബി ഓക്കെ, ഇതുവരെ കുളത്തിൽ പോയിട്ട് ആരും കളിക്കാത്തൊരു കളി. അതന്നെ ഫ്രഷ് വിശ്വം തൃശ്ശൂർ. അയ്യോ നിങ്ങൾ മുങ്ങിക്കോ, ഞങ്ങൾ അടുത്തത് ഇപ്പൊ ഞങ്ങൾ കൂടാ. പെട്ടെന്ന് ചെയ്തു ഓരോന്നായിട്ട്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി മുങ്ങലാണ് ഗൈസ്. ഇവന്റെ ഫോൺ അടക്കമില്ല മുങ്ങ. വണ്ടിയുടെ ചാവിയിലാട്ടോ, വണ്ടിയുടെ ചാവി അതിൻ്റെ ഉള്ളില. ചാവി. അപ്പൊ ഗൈസ് അടുത്ത പരിപാടി ഓടലാണ്. അയ്യോ അപ്പൊ നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. 2 പേര് റിസീവിങ് ആണ് അവിടെ. ഹരി ഇനി കുളിച്ചേ പറ്റൂ. ഇല്ല, ഇത് നല്ല വീഡിയോ ആണ്. ഹാപ്പി ആവുന്നു. ആ വെള്ളത്തിൽ പോണോ? അങ്ങനെ തിരിച്ചോണ്ട് തന്നില്ലേ? ഞങ്ങളൊക്കെ വീട്ടിൽ പോയിരുന്നു. അത് മിസ്സായില്ലേ? കാണിച്ചല്ലോ. ഞാൻ ഈ ഡ്രസ് ഊരിയിട്ടുള്ള കുളിയില്ല. എന്നിട്ട് അതൊരു തോടി നാറികളി ഉള്ളിലൊന്നും ഇട്ടിട്ടില്ല. കിട്ടുന്നോണ്ട് മാത്രം ഞാൻ കാണിക്കുന്നില്ല. ഉള്ളിലൊന്നുമില്ല. അതിപ്പോ ആരോട് ചോദിക്കാൻ പറഞ്ഞ പ്രശ്നം. അതുകൊണ്ട് ചോദിച്ചാ പറഞ്ഞാല് സത്യാന്ന് പറയും. ആരും കിട്ടാ നീ ഇറങ്ങി. നിനക്ക് നീന്താ അറിയില്ലല്ലോ പറഞ്ഞേ. നീ ഇറങ്ങി. ഞാൻ ഈ പണിയിട്ട് ഞാൻ മറ്റേ ഫിഷ് പാക്ക് ഉണ്ടോ നമുക്ക് റിയോനെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. റിയോനെ നീന്തൽ പഠിപ്പിച്ചേ? അറിയോ? നീ അറിയില്ല? ഇത് കഴിഞ്ഞ ഇത് കഴിഞ്ഞിട്ടാണ് പിടിച്ചേക്കാൻ പറ്റില്ല. കുറച്ച് പോങ്ങിക്ക് സീൻ ആലോചിച്ചോക്ക്. നല്ല കൊത്തല. റിയോനെ നീന്തൽ പഠിപ്പിക്കാൻ പോവാണ്. അയ്യോ കാല് തട്ടി. അവിടെ മറ്റേ സാധനം നീ അബീനെ പഠിപ്പിച്ച പോലെ എന്നെ പഠിപ്പിക്കണല്ലേ? അബി ഞാൻ പറഞ്ഞില്ലേ ഇയാള് തന്നെ നീ പൊന്തിക്കെടുക്കണം. കാല് പൊക്കട്ടെ. തലൊക്കെ നനക്കും. അങ്ങനെ ഞാൻ തരയുള്ള സ്ഥലത്ത് നീരണ്ടേ? പഠിക്കാനറിയാത്ത മുഖത്തെ എക്സ്പ്രഷൻ കണ്ടു. നീ തന്നെ ഫ്ലിപ്പ് അടിച്ചവന്റെ മസ്തിഷ്കം ഫ്ലിപ്പ് ചെയ്യാണ്ടേ. മൂക്കിൽ വെള്ളം കയറിയോ? മൂക്കിൽ വെള്ളം കയറിയാലേ പ്രശ്നം ഉണ്ടോ? അമ്മീപ്പ കൂട്ടം വരും. അവിടെ ഞാൻ കാര്യട്ടു എന്റെ അല്ലെങ്കിൽ നിന്നെ കാര്യം വിളിക്കാനാണ്. ക്ലോറിനിട്ട മീനൊക്കെ ചത്തു പൊന്തിലടാ. ഒന്ന് കാണിച്ചു തന്നെ. അല്ല ആ തിണ്ടിന്റെ അവിടെ മാറിയെടുക്ക്. വേണ്ട മണപ്പുറം സ്വിമ്മിങ് അക്കാദമിയിൽ 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ ഷാനില്
അല്ലടാ ഷാൻലി, നീ 5000 രൂപ കൊടുത്തൊരു സ്വിമ്മിങ് അക്കാദമിയിൽ പഠിച്ച 2 സ്റ്റെപ്പ് ഇത് കാണിച്ച സ്കില്ല് 2500. ആ എന്നാ 2500 കൊടുത്തിട്ട് പഠിച്ചതെന്ന് കാണട്ടെ. അത് ആഴില്ലാത്ത കുളത്തിലെ പറ്റുള്ളൂ. അന്താ കാലുത്തി കിടക്കണേ. ആഴം കുളത്തിൽ ഞാൻ പഠിച്ചില്ല. പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്ന്. ഇത് നമ്മള് പഴയ സാധനങ്ങളൊക്കെ വെള്ളം തൊട്ടിക്കാം. വേണ്ട വേണ്ട അതിനേക്കാളും വലുത് ചെയ്യാം. അഭി വരുന്നുണ്ട് എന്തോ കാണിക്കാൻ. അത് ഡിഫറെന്റ് ഗ്രിപ്പാണ്. പാടത്ത് തൂറിയിട്ട് കുളത്തിൽ പോയി നമ്മൾ കൊള്ളത്തിലൊക്കെ കുളിക്കുമ്പോഴേ അതിന്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. പതപ്പിച്ച് കുളിപ്പിക്കണം. അവന് പിടിച്ചോ കെട്ടിപ്പിടിച്ചോ. ഇരുട്ടാവട്ടെ ഏത് മനുഷ്യൻ അഭി പോയല്ലേ കിട്ടുവാ. കേറ് സ്റ്റെപ്പ് കേറ്. ആ ഹരി പണ്ടിങ്ങനെ കുളിക്കുമ്പോ ഇങ്ങനെ സോപ്പ് വയ്ക്കുമ്പോ നമ്മളിങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. സ്പൈക്ക് ചെയ്യാറുണ്ട്. പണ്ട് ഫാഷൻ ആയിരുന്നു സ്പൈക്ക്. ഇപ്പൊ നിർത്തലാക്കി. നീ സോപ്പ് തേക്കാത്തര നീ എങ്ങനെ സോപ്പ് വയ്ക്കും? നിർത്തലാക്കി. ഇവന്റെ ഫോൺ ഇതൊരു വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല. ഇതില്ല ഇപ്പോഴും വാരണ്ടി ഇല്ല. ഞാൻ കളഞ്ഞു. നമ്മൾ ഇനി കാണാൻ പോകുന്ന എക്സ്പ്രഷൻ റിയോന്റെ ഫോൺ വെള്ളത്തിൽ മുക്കുമുള്ള എക്സ്പ്രഷൻ ആണ് കേട്ടോ. ഇത് വളരെ വീഡിയോന്റെ പൈസ കൊണ്ട് നിനക്ക് പുതിയ ഫോൺ എങ്ങോട്ട് പകുതി ആര് രക്ഷിക്കും? അത് ഇല്ലാട്ടാ. ആ നീ അബീന്റെ അവിടെ വരുന്ന ഇന്ത്യ മതി. എന്നിട്ട് ആര് രക്ഷിക്കണി? അബി രക്ഷിക്കല്ലോ. ഇത് പണ്ടത്തെ പോലെ ഒന്നല്ല, പോത്തും കുട്ടി പോലെ അബിയോടെ ശ്വാസം കിട്ടാൻ നിൽക്കുന്നത്. വയറിനൊക്കെ ഒന്ന് കുത്തുണ്ടല്ലോ. നീ കൊറേ സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ, ഒക്കെ ഒന്ന് കടിച്ചു പറഞ്ഞു. Excuse me, brother. Yes. Full body fish pack ഇത് pedicure. പെഡിക്യൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊത്തി എല്ലാം ഇന്ന് ഫാറ്റ് പറഞ്ഞിട്ട് പോവാ. 10 ഗ്രാം ഫാറ്റ് പറയും. അബി അക്കര അടിച്ചിരിക്കുകയാണ്. തിരിച്ചു വരാൻ ഇനി അടുത്ത വീഡിയോയിൽ തിരിച്ചു വരുന്നതായിരിക്കും. അക്കരാബി ശരിക്കും നീ നീന്തിട്ട് നടന്നു വരുന്ന തോന്നി ഇങ്ങനെ. എന്താ ബാക്കിൽ ചൊറിയണടക്കി അക്കരാബി നീന്തു ഗൈസ്. കൈയിട്ടടിച്ചിട്ട് വാ. ആ കൈയ്യടി കണ്ടില്ല ആര്? മീൻ കൊത്തുണ്ട് അബിയെ. അങ്ങനെയെങ്കിലും ഒരു സുഖം കിട്ടട്ടെ. അയ്യോ ഇതേത് കുട്ടിയാന്ന് തിരിച്ചു നീ ധൈര്യം പോയി മുട്ടിടും തിരിച്ചാടാ. ഞാനൊക്കെ കൊണ്ടിട്ട് തിരിച്ചു വരും. എവിടെ മുട്ടണ്? അടുത്ത വീഡിയോ എനിക്ക് പറഞ്ഞാൽ പോവാ, അല്ലാണ്ട് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട്.
വീഡിയോയില് ഫുൾ ക്രെഡിറ്റ് നീരജ്. എനിക്കൊന്നും വേണ്ട ക്രെഡിറ്റ്. ബർഗർ അടിച്ചു. നമ്മളിവിടെ ബർഗർ വീതിയിലത്തെ ബർഗർ 60 പേര് 60 പേര് ബർഗർ ആ ബർഗർ 5 എന്നാ എനിക്ക് ഫുൾ ഷവർമ ഇത് മതി. പക്ഷെ ഷവർമ മേടിച്ചരാ. പക്ഷെ മലർന്നു പോകാൻ പറ്റില്ല. നേരെ കൈയിട്ടടിച്ച് പോയിട്ട് അതുപോലെ അതെ അത് ഫ്രീ. ബർഗറിന് പോകുമ്പോ അങ്ങനെയൊക്കെ പോണം. അവിടെ പോയിട്ട് അവിടെ നിന്നിട്ട് തിരിച്ചു വന്നാൽ മതി. മറ്റേ സാധിക്കണം ഫ്ലിപ്പ് അങ്ങനെ വെച്ചാൽ ബർഗറിൽ നിക്കില്ല. പിന്നെന്താ ഉണ്ടെങ്കിൽ ബർഗർ നേരം ബർഗർ അല്ലാണ്ട് പിന്നെ അവിടെ ഫ്ലിപ്പ് അടിച്ചു തരണമെങ്കിൽ എളുപ്പമല്ല. കടവൊന്നല്ല പകുതി വരെ എത്തിയിട്ട് ഇതിന്റെ ആഴം പോലെ എനിക്കറിയില്ല. ഇതിന്റെ അടിയിലുണ്ടല്ലോ ഒരു വലിയ കിണറുണ്ട്. ഈ കുളം ഒരിക്കലും പറ്റില്ല. കാരണം കിണർന്ന് വെച്ചാ ഭയങ്കര വലിയ കിണറാ. അല്ല ആ കിണറിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഫുൾ അസ്ഥി കൂടാന്ന് പറയും ആൾക്കാര് മരിച്ചു. ഇത് മറ്റേ ഹരി ഡ്രസ്സൂരി ഗൈസ്. എന്നെ കണ്ടു യൂട്ടനടിച്ച് നന്നായി ഗൈസ്. ഇവിടെ കൊറേ മീനുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പോണ്? പാത്രത്തിലിട്. കൈസ് കുളത്തിൽ നിന്ന് പിടിച്ച ഫ്രഷ് മീൻ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. നോക്കട്ടെ പാത്രത്തിലിട്ടാ. ട്രാൻസ്പെറന്റ് ഇതില് എടുക്കണ്ട അഞ്ചാറിന് ഇതിനെല്ലാം എടുക്ക്. മീനാണ് ഗൈസ്. അടുത്തത് ട്രാൻസ്പെറന്റ് ഫിഷ് പിടിക്കുക. അടുത്ത സെറ്റ് അടുത്ത് മറ്റേ സെറ്റ് പിടിച്ച. എടാ ഇവിടെ ഒരുപാട് ഒരു ലോഡ് മീനായിരുന്നടാ. ഇത്ര നിലവറ്റ മീനായിരുന്നേ. ഒരു 5 മിനിറ്റ് മീനായിരുന്നേ. ഒക്കെ പൊന്തിക്കോടാ. സുഖമായിട്ട് പിടിക്കുക. മല്ലനപ്പയ്ക്കും പൊക്കിട്ടാ. ആൾക്കാരുണ്ട്, ആൾക്കാർ വരുന്നു. ആഹാ ആ ഹലോ ഹലോ. എന്താ അവിടെ? എന്താ ആര്യ? താക്കോല് നമ്മുടെ കയ്യില. അവനെ കാണാണ്ടിരിക്കാൻ അവൻ ഓടി. എവിടം വരെ അവൻ ഓടും? ഓടിയിട്ട് നിക്കണോക്ക്. എന്തേ ആര്യ ഓടിയതാണോ? ഓടിയതാണോ? ഹാപ്പിയാണോ? എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? ഓ ഫുൾ ബോഡി. ഫുൾ ബോഡി കാണിക്കൂല. അതാണ് ഇതാണ്. ഓക്കെ ഗൈസ്. അബി ആസ്തെറ്റിക്. അബി ആസ്തെറ്റിക് ലാസ്റ്റ് കൂലിയാണോ? തോർത്തിൽ നിക്കണവൻ നീലി. ഇവനെന്താ തിരിച്ചു പോണില്ല? യെസ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു ചെറിയ മഴ വരുന്നു. ചാറ്റൽ മഴ. ഓ എവിടെ പോവാ? അമ്പലത്തിൽ പോവാ. നമ്മളപ്പോ അമ്പലത്തിൽ പോയിട്ട് തൊഴാം. ശാന്തി സമാധാനം ഭക്തി ഭക്തി. അമ്പലപ്പൂന്റെ ഇടയിൽ കൂടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ കുളത്തിലാണ് നമ്മൾ ആദ്യം. ഈ മതിലിന്റെ അപ്പുറത്തൊരു കുളമുണ്ട്. ഈ റോട്ടിൽ കൂടെയാണ് ഇവനെ കൊണ്ടിട്ട് ആംബുലൻസ് ഒച്ചിട്ട് പോയത്. ഈ ലെഫ്റ്റ് എടുക്കണം. ആ ലെഫ്റ്റ് അമ്പലമുണ്ട്. അമ്പലം തന്നെ. അവിടെ നിന്ന് പോയിട്ട് റൈറ്റ് എടുത്താ. നമ്മ രണ്ടുപേരും മാത്രം മുണ്ടൊക്കെ എടുത്തിട്ട് ബാക്കി എല്ലാവരും ക്യാമറ ഒക്കെ പിടിച്ചിട്ട്. ഞാൻ ബാംഗ്ലൂർ കാണുന്നവര് വിചാരിക്കുന്നത് എന്താ ഗേക്കപ്പളുടെ കല്യാണം കഴിഞ്ഞിട്ട് മണ്ഡപം പുറത്ത്